ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു ബീഫ് കറിയാണ്. ഈസി ആയിട്ട് ബീഫ് കറി എങ്ങനെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം വേറെ ഒന്നുമില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ഇനബിൾ ആക്കി വെക്കാനും മറക്കരുത് കേട്ടോ. മല്ലിപ്പൊടി 2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വലിയ 2 ടീസ്പൂൺ. ഇനി സാധാ മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ മതിയാവും. ഗരം മസാല ഒരു വലിയ സ്പൂണിൽ 1 സ്പൂൺ വേണം. അതുപോലെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ വേണം. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ധാരാളം വേണ്ടത് ബീഫാണ്. ഒരു വലിയ 3 സ്പൂണോളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇത്രയാണ് വേണ്ടത്. ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി പതിയെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒത്തിരി തീ അങ്ങ് ഇട്ടിട്ട് കത്തിച്ച് കളയരുത്. കത്താത്ത രീതിയിൽ നമ്മൾ എടുക്കണം. കത്തിപ്പോയി കഴിഞ്ഞാൽ ഫ്ലേവർ മാറിപ്പോവും. അതുകൊണ്ട് ഒരു മസാലയും കത്താത്ത രീതിയിൽ നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇതൊരു 2 കിലോ അടുപ്പിച്ചുള്ള ഇറച്ചി ഞാൻ വെട്ടി കഴുകി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതാണേ. ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഒരു 15 മിനിറ്റ് ഓൾറെഡി റെസ്റ്റിന് ഞാൻ വെച്ചേക്കുന്നതാണ്. ഇനി വറുത്തെടുത്ത മസാല ആവശ്യത്തിന് തന്നെ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഇട്ടിട്ടൊന്ന് തിരുമ്മി നമ്മൾ നോക്കണം, ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടോ, ഇനി ചേർക്കേണ്ടതുണ്ടോ എന്ന്. അതിനുശേഷമാണ് മസാല ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് മസാല ആയാലും കഴിക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മസാലയാണ് ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളൂ. നന്നായിട്ട് കൈയിട്ട് ഇതുപോലെ പീച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് മസാല നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഒരു 20-25 മിനിറ്റോളം റെസ്റ്റിന് നമ്മളൊന്ന് വെക്കണം ഇത്. അപ്പോൾ ലേശം കൂടി മസാലയാവാം. നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരോ വിനീഗറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിനീഗർ ഒരു 1/2 മൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ നാരങ്ങ ഉണ്ടെങ്കിൽ ഒരു 1/2 നാരങ്ങ അതൊന്ന് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കണം. എന്നാലാണ് ഒന്ന് കുക്കറിലൊക്കെ ഇട്ട് വെച്ച് വേവിക്കുമ്പോൾ നല്ലൊരു മയം വരത്തുള്ളൂ കേട്ടോ ഇറച്ചിക്ക്. ഞാൻ ലേശം കൂടി ചേർക്കാണ്. ബാക്കി മസാല അധികമായിരുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിനകത്തേക്ക് ഇനി മസാല ഓൾറെഡി ഇനി ഇടാനുണ്ട്. ഇതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ വഴറ്റി ഇടുന്നുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള മസാല യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 മൂടി വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണിച്ചുള്ള മസാലയെല്ലാം. ഇതിപ്പോൾ 1 സ്പൂൺ ഉണ്ടാവും. അതൊന്ന് തളിച്ചു കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഞെരണ്ടണം. അതിനകത്തോട്ട് നല്ലതായിട്ട് മസാല പിടിച്ച് കിട്ടണം. ബീഫിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന മസാലയിലാണ് എല്ലാ പരിപാടിയും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നാക്കി വെച്ചതാണേ. അതൊന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒരു ജാറിലോട്ട് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. മതി, അരഞ്ഞു പോകരുത് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഒരു 5-6 പച്ചമുളക്. എരിവ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇതുകൂടെ എടുത്തിട്ട് ഞാൻ ഒതുക്കിയേച്ചും വരാം. അപ്പം നമ്മുടെ മസാല ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ച് ഒതുക്കിയതാണ് കേട്ടോ. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 സവാള ആണ് കേട്ടോ. ഒരു ചെറിയ സവാളയിൽ 1/2 സവാള അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ഉരുളൻകിഴങ്ങാണ് കേട്ടോ. നന്നായിട്ട് മൂത്ത് നല്ല പാകത്തെ ഉരുളൻകിഴങ്ങ് തന്നെ നോക്കി മേടിക്കണം. പച്ച ഉരുളൻകിഴങ്ങ് മേടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വേവാണ്ട് കിടക്കും കേട്ടോ. ഇത് നല്ല
മൂത്ത നല്ല ഒരു 1.5 ഉരുളൻകിഴങ്ങാണ്. വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. അതൊരു ക്യൂബ് കണക്കിനൊന്ന് മുറിച്ചെടുക്കുക, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നല്ലൊരു കൊഴുപ്പ് നമ്മുടെ ബീഫ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഈ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് ഇതിനകത്തോട്ടൊന്ന് പിടിക്കണം. സവാളയൊക്കെ അങ്ങ് ഒതുങ്ങി കിട്ടണം കേട്ടോ. സവാളയിലോട്ടും പിന്നെ ഈ ഉരുളൻകിഴങ്ങിലോട്ടും കൂടി ഈ മസാല ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് വേർതിരിഞ്ഞ് കിടക്കുവേ. 2 തണ്ട് വേപ്പില ഇതുപോലെ ഒന്ന് ഞെവരടിയിട്ട് ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ മണം ഒന്ന് പുറത്തോട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ബീഫ് ഉണ്ടല്ലോ ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. അതിനുശേഷം ഒരു 5-6 വിസിലടുപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ കുക്കറിലിട്ടിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇത്. അതിനകത്തേക്ക് ഞാൻ ഇറച്ചിയും മസാലകളും എല്ലാം ചേർത്തൊന്ന് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുവാണേ. ഈ ഇറച്ചി ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ചേർത്തിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം അതൊന്ന് മാറ്റി വയ്ക്കുക. വിസിൽ കുത്തി കളയണ്ട, തന്നെ പോട്ടെ അവിടെ ഇരുന്ന് ഒന്ന് ചൂടാറുമ്പോഴത്തേക്കും വിസിലൊക്കെ പോയി നല്ല ആവിയൊക്കെ അതിനകത്ത് കിടന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോഴത്തേക്കും ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. അതിനകത്തേക്ക് ഒരു അരമുറി സവാളയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തക്കാളി ഒന്ന് ഞെവിടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിഞ്ഞല്ല, ഞാനൊന്ന് ഞെക്കി പിഴിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ഞെവിടി എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് മൂത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വലിയ സ്പൂണിൽ മസാല അതിനകത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഒന്ന് മസാലയെല്ലാം ഈ ഉള്ളിയിലോട്ടും തക്കാളിയിലോട്ടും പിടിച്ചതിന് ശേഷം മസാല ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുക്കറിലുള്ള ബീഫ് വെന്തത് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് വറ്റിക്കെട്ടി കുറുകി കിട്ടണം, അതാണ് പാകം. നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെച്ചേക്കാം. അതൊന്ന് തിള വരണം. അപ്പോൾ നല്ല കൊഴുപ്പൊക്കെ ഇറങ്ങും. ഈ മസാലയുടെ കൊഴുപ്പും അതുപോലെ ഉരുളൻകിഴങ്ങിൻ്റെ കൊഴുപ്പും ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല നമ്മുടെ പാകത്തിനാവും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ചൂട് നെയ്ച്ചോറുണ്ടെങ്കിൽ ഈ ബീഫ് കറിക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് അഭിപ്രായമൊക്കെ പറയണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാം എന്നോട് അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.